ഹായ് ഓൾ. കഴിഞ്ഞ ദിവസം നമ്മൾ ഡെയിലി വേജ് ടീച്ചർ ഇൻ്റർവ്യൂവിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ടൈമിൽ നമ്മുടെ കമൻറ്റ് സെഷനിൽ വന്നിട്ടുള്ള ഒരു രണ്ട് കമൻറ്റ്സ് ആയിരുന്നു സെൽഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോ ചെയ്യുമോ എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ സെൽഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോയെ പറ്റിയാണ്. ഒരുപാട് തരത്തിലുള്ള ഇൻ്റർവ്യൂസ് ഉണ്ട്. ഇപ്പോൾ നമ്മുടെ ഡയറക്റ്റ് ആയിട്ടുള്ള ഇൻ്റർവ്യൂസ് ഉണ്ട്, ഓഫ്ലൈൻ ഇൻ്റർവ്യൂ അല്ലെങ്കിൽ ഫേസ് ടു ഫേസ് ആയിട്ടുള്ള ഇൻ്റർവ്യൂസ് ഉണ്ട്. പിന്നെ ഉള്ളത് സൂം, ഗൂഗിൾ മീറ്റ് ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോംസ് വഴിയുള്ള ഓൺലൈൻ ആയിട്ടുള്ള ഇൻ്റർവ്യൂസ് ഉണ്ട്. റെക്കോർഡഡ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു, റെക്കോർഡ് ചെയ്തിട്ട് അവർ പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടോ അല്ലെന്നുണ്ടെങ്കിൽ സ്കൂളോ പറയുന്ന ആ ഒരു ഫോർമാറ്റിൽ നമ്മൾ ആ ഒരു റെക്കോർഡഡ് വേർഷൻ അവർക്ക് അയച്ചു കൊടുക്കുന്നു. ഇങ്ങനെ 3 തരത്തിലുള്ള ഇൻ്റർവ്യൂസ് ആണ് പ്രധാനമായിട്ടും നമ്മുടെ ടീച്ചിങ് ഇൻ്റർവ്യൂസിൽ വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഇതിൽ നമ്മൾ 3 പാർട്ടായിട്ടാണ് ചെയ്യുന്നത്. ആദ്യത്തേത് ഫേസ് ടു ഫേസ് ആയിട്ടുള്ള ഓഫ്ലൈൻ ഇൻ്റർവ്യൂവിൽ എങ്ങനെ സെൽഫ് ഇൻട്രൊഡക്ഷൻ പ്രസൻറ്റ് ചെയ്യണം എന്നുള്ള രീതി. രണ്ടാമതായിട്ട് ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെയാണ് ഇൻ്റർവ്യൂസ് എന്നെങ്കിൽ അവിടെ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം. മൂന്നാമതായിട്ട് നമ്മുടെ റെക്കോർഡഡ് വേർഷൻ ആണെന്നുണ്ടെങ്കിൽ അതെങ്ങനെ റെക്കോർഡ് ചെയ്യണം, അപ്പോൾ നമ്മുടെ ഓഡിയോ സെറ്റപ്പ്, ലൈറ്റിംഗ് ഇങ്ങനത്തെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ ഈ ഒരു സീരീസിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മുടെ ഫേസ് ടു ഫേസ് ഇൻ്റർവ്യൂ അല്ലെങ്കിൽ ഓഫ്ലൈൻ ഇൻ്റർവ്യൂവിനെ പറ്റിയിട്ടാണ്. സെൽഫ് ഇൻട്രൊഡക്ഷൻ ഇത് നമുക്ക് ചെറിയൊരു കാര്യമാണെന്ന് തോന്നാം. പക്ഷേ നമ്മളൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഇൻ്റർവ്യൂവിൻ്റെ സ്കോർ കൂട്ടാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു സെഷനാണ് നമ്മുടെ സെൽഫ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. കാരണം ഒരു ഇൻ്റർവ്യൂവർ നമ്മളെ മീറ്റ് ചെയ്യുമ്പോൾ അവർക്ക് ആദ്യം നമ്മളോടുള്ള ഒരു ഇംപ്രഷൻ കൂട്ടുന്നത് ഈ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷനിലൂടെയാണ്. എന്താണ് സെൽഫ് ഇൻട്രൊഡക്ഷൻ? പലരും കരുതുന്നത് നമ്മുടെ റെസ്യൂമെ അതേപോലെ തന്നെ അതിനകത്തുള്ള കണ്ടന്റ്സ് വായിച്ച് പറയുന്നതാണ് നമ്മുടെ സെൽഫ് ഇൻട്രൊഡക്ഷൻ. ഇതിനോടകം തന്നെ നമ്മുടെ ഇൻ്റർവ്യൂ പാനലിന് നമ്മുടെ റെസ്യൂമെ കിട്ടിയിട്ടുണ്ട്. പിന്നെന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? അങ്ങനെയല്ല. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, നമ്മുടെ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ലും നമ്മുടെ പേഴ്സണാലിറ്റിയും പ്രൊഫഷണലിസവും ഒക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്, നമ്മുടെ ഇംഗ്ലീഷ് ഫ്ലുവൻസി ഇങ്ങനത്തെയുള്ള കുറേ കാര്യങ്ങൾ അളക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അവിടെ സെൽഫ് ഇൻട്രൊഡക്ഷൻ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ സെൽഫ് ഇൻട്രൊഡക്ഷൻ നമ്മൾ എന്തെങ്കിലും കാണാതെ പഠിച്ച് പറയുന്ന കൂട്ടുള്ള ഒരു രീതിയിലാകരുത്. നമ്മുടെ സ്വാഭാവികമായിട്ടുള്ള ഒരു സംസാര ശൈലിയിൽ വേണം നമ്മൾ സെൽഫ് ഇൻട്രൊഡക്ഷനും നടത്താൻ വേണ്ടിയിട്ട്. അത് അവർക്കൊരിക്കലും തോന്നരുത് നമ്മൾ കാണാതെ പഠിച്ചിട്ട് പറയുകയാണ് എന്നുള്ള ഒരു ഇംപ്രഷൻ അവരിൽ നമ്മൾ സൃഷ്ടിക്കരുത്. ഇനി നമുക്ക് സെൽഫ് ഇൻട്രൊഡക്ഷൻ എങ്ങനെ പറയണമെന്ന് നോക്കാം. നമ്മുടെ സെൽഫ് ഇൻട്രൊഡക്ഷന് ഒരു ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചർ ഉണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗ്രീറ്റിംഗ്സ് ചെയ്യുന്നതാണ്. അതായത് ഗുഡ് മോർണിംഗ് സർ, ഗുഡ് മോർണിംഗ് മാം അങ്ങനത്തെ ഉള്ള കാര്യം. ഇപ്പോൾ ടൈം അനുസരിച്ച് അത് മാറ്റാം. നമുക്ക് ഉച്ചയ്ക്ക് ശേഷമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഗുഡ് ആഫ്റ്റർനൂൺ പറയാം, ഈവനിങ്ങിലാണെങ്കിൽ ഗുഡ് ഈവനിങ് പറയാം. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പേര് പറയുക എന്നാണ്. മൈ നെയിം ഈസ് എന്നിട്ട് നമ്മുടെ പേര് പറയുക. അതാണ് നമ്മുടെ നെയിമിന്റെ ഭാഗത്ത് പറയേണ്ട കാര്യം. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നാണ് വരുന്നത് എന്നുള്ള ഒരു കാര്യമാണ് പറയുന്നത്. നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം. എന്താണ്, മൈ നെയിം ഈസ് ഇങ്ങനെ നമ്മുടെ പേര് പറയുന്നു, ആൻഡ് ഐ ആം ഫ്രം ഇന്ന ഡിസ്ട്രിക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഡിസ്ട്രിക്റ്റ്, അല്ലാന്നുണ്ടെങ്കിൽ സ്ഥലമാണെന്നുണ്ടെങ്കിൽ സ്ഥലം. ഇപ്പം ആ ഡിസ്ട്രിക്റ്റിൽ തന്നെയാണ് ഇൻ്റർവ്യൂ നടക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ സ്ഥലം പറയുന്നതായിരിക്കും നല്ലത്. ഓക്കെ. നമ്മൾ ക്വാളിഫിക്കേഷൻ പറയുമ്പം നമ്മുടെ ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ ആദ്യം പറയാം. ശേഷം BEd ആണെന്നുണ്ടെങ്കിൽ BEd പറയാം, TTC ആണെന്നുണ്ടെങ്കിൽ അത് പറയാം. പിന്നെ അതിനുശേഷം നമുക്ക് സെറ്റ്, കേറ്ററ്റ്, നെറ്റ് തുടങ്ങിയ യോഗ്യതാ പരീക്ഷകൾ നമ്മൾ പാസ്സായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ പറയുക. ഇത്രയാണ് അവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. നമ്മളിവിടെ പെർസെൻറ്റേജിൻ്റെ കാര്യങ്ങളോ ഒന്നും പറയേണ്ട കാര്യമില്ല. അവർ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്രം നമ്മളത് പറഞ്ഞാൽ മതി. അപ്പോൾ അതെങ്ങനെ പറയാമെന്ന് നോക്കാം. I have completed my post graduation in botany from ഏത് കോളേജ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്, ആൻഡ് മൈ BEd ഡിഗ്രി ഫ്രം ഏത് യൂണിവേഴ്സിറ്റി ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ യൂണിവേഴ്സിറ്റി. പിന്നെ അതേപോലെ തന്നെ എന്താണ്, ഐ ഹാവ് ക്വാളിഫൈഡ് ദ കേരള സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് ആൻഡ് കേരള ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ്. കാറ്റഗറി ഏതൊക്കെയാണ്? 2 and 3 ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ കാറ്റഗറി 2 and 3. ഇപ്പോൾ BEdന്റെ ടൈമിൽ തന്നെയാണ് നമുക്കത് നേടിയെടുത്തെങ്കിൽ നമുക്കതൊരു പ്ലസ് പോയിന്റ് ആയിട്ട് വേണമെങ്കിൽ പറയാം. എങ്ങനെ പറയാം? ഐ ഹാവ് ക്വാളിഫൈഡ് ദ കേരള സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് ആൻഡ് കേരള ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് വൈൽ പർസ്യൂയിങ് മൈ BEd ഡിഗ്രി. അങ്ങനെ നമുക്ക് പറയാം.
സ്റ്റെപ്പ് 5 എന്നുള്ളത് നമ്മുടെ എക്സ്പീരിയൻസിന്റെ കാര്യം പറയുക എന്നുള്ളതാണ്. അവിടെ നമുക്ക് എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, നമ്മൾ ഏത് ക്ലാസ്സുകളിലാണ് പഠിപ്പിച്ചത്, അതേപോലെ തന്നെ നമ്മുടെ സബ്ജക്റ്റ്, അങ്ങനത്തെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്കവിടെ പറയാവുന്നതാണ്. ഇനിയും നമ്മൾ ഫ്രഷർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആം എ ഫ്രഷർ എന്ന് പറഞ്ഞിട്ട് ആദ്യമേ അങ്ങ് നിർത്തരുത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിനെ ഒരു പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം. അതപ്പോൾ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? Although I am at the beginning of my teaching career, I am eager to ലേൺ ആൻഡ് കോൺട്രിബ്യൂട്ട് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. സ്ട്രെങ്തിന്റെ പോർഷൻ വരുമ്പോഴത്തേക്ക് നമ്മൾ എന്താണ്, നമുക്കുള്ള സ്ട്രെങ്ത് വേണം പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് നമുക്കിപ്പോൾ എങ്ങനെ പറയാം? മൈ സ്ട്രെങ്സ് ആർ പേഷ്യൻസ്, ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് എ വില്ലിങ്നെസ് ടു ലേൺ, അങ്ങനെയൊക്കെ നമുക്ക് പറയാം. നിങ്ങൾക്ക് എന്താണോ ഉള്ളത് അത് നിങ്ങൾ പറയാൻ ശ്രമിക്കുക. 7ാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈ യു ചൂസ് ടീച്ചിങ് കരിയർ എന്നുള്ളൊരു കാര്യമാണ്. അവിടെ അപ്പം നമുക്ക് എങ്ങനെ പറയാം? ടീച്ചിങ് ഹാസ് ബീൻ മൈ പാഷൻ സിൻസ് മൈ ചൈൽഡ്ഹുഡ് ആൻഡ് ഐ എൻജോയ് ഹെൽപ്പിംഗ് മൈ സ്റ്റുഡൻസ് ടു ലേൺ ആൻഡ് ഗ്രോ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ലാസ്റ്റ് പോർഷൻ നമ്മളുടെ സ്ട്രെങ്തിനെ ഒന്ന് കൂട്ടിക്കൊണ്ട് നമുക്ക് പറയാം. I am confident that my skill and knowledge will make a positive impact on my students, and that's all about me, sir. Thank you for giving me this opportunity. അപ്പോൾ ഞാൻ അതിൻ്റെ ഫുൾ സ്ക്രിപ്റ്റ് ഒരു 3-4 വേർഷൻസ് ഞാൻ എന്തായാലും ഇതിൽ പിൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് നോക്കാമല്ലോ. ഇപ്പോൾ ഞാൻ പറയുന്ന രീതി ആയിരിക്കത്തില്ല നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടുന്നു. ഓരോരുത്തരും ഓരോ പേഴ്സണാലിറ്റി അല്ലേ. അപ്പോൾ നമുക്ക് വ്യത്യസ്തമായിട്ട് രീതി പറയണമെന്നുണ്ടാവും, ചിലപ്പം സിമ്പിളായിട്ട് പറയണമെന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണ്. അപ്പം ഞാൻ എന്തായാലും കുറച്ച് വേർഷൻസ്, കുറച്ച് പല രീതിയിലുള്ള സെൽഫ് ഇൻട്രൊഡക്ഷൻസ് ഫോർമലായിട്ടുള്ളത് ഞാൻ എന്തായാലും ഇവിടെ പിൻ ചെയ്ത് കൊടുത്തേക്കാം. നമ്മുടെ ഡെയിലി വേജ് ടീച്ചർ ഇൻ്റർവ്യൂവിനകത്ത് ഞാൻ മിക്ക കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ ഒരു ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ഉള്ള പ്രിപ്പറേഷൻസ് എന്താണ്, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സമയത്തുണ്ടാവേണ്ട നമ്മുടെ ഒരു മെൻറ്റാലിറ്റി എങ്ങനെയാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് പോയി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ മനസ്സിലാവും. ഡെയിലി വേജ് എന്നുള്ളൊരു പേരാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. പക്ഷെ എന്നാലും ഞാൻ ജനറലായിട്ട് ഇൻ്റർവ്യൂവിന് വേണ്ട ഒരുപാട് കാര്യങ്ങൾ അതിൽ സംസാരിച്ചിട്ടുണ്ട്. അപ്പം വേണ്ടവർക്ക് അത് പോയിട്ട് ഒന്ന് കാണാവുന്നതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഇൻ്റർവ്യൂ ബോർഡിൽ നമ്മൾ പോയി ഇരിക്കുമ്പോഴത്തേക്ക് നമുക്ക് ചിലപ്പം കുറച്ച് ടെൻഷൻ ഉണ്ടാവും. പക്ഷെ ആ ടെൻഷൻ നമ്മുടെ മുഖത്ത് വരാനേ പാടില്ല. നമ്മൾ നല്ല കോൺഫിഡൻ്റ് ആയിട്ട്, ഇപ്പം നമ്മൾ വലിയ സെൻറ്റൻസ് ഒന്നും നമ്മൾ പറയണമെന്നും ഒരു നിർബന്ധവും ഇല്ല. നമ്മൾ ഏറ്റവും സിമ്പിളായിട്ടുള്ള വേർഷൻസിൽ സിമ്പിൾ ലാംഗ്വേജിൽ നമ്മളെ പ്രസൻറ്റ് ചെയ്താൽ മതി അവരുടെ മുന്നിൽ. അവിടെ വലിയ ഇംഗ്ലീഷ് ഗ്രാമേഴ്സോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നിങ്ങൾ നോക്കണ്ട. നമ്മൾ നല്ല രീതിയിൽ കോൺഫിഡൻ്റ് ആയിട്ട് നമ്മളെ പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ആ ഒരു രീതി തന്നെ സ്മൈൽ എപ്പോഴും കീപ്പ് ചെയ്യണം. ആ സ്മൈലിലൂടെ തന്നെ അവർക്ക് നമ്മളെ പറ്റിയിട്ട് ഒരു നല്ല ഇംപ്രഷൻ ലഭിക്കുന്നതാണ്. പിന്നെ എന്താണ്, നമ്മൾ ഇരിക്കുന്ന ഒരു പോസ്ചറുണ്ട്. നമ്മളിങ്ങനെ കുനിഞ്ഞ് ഇരിക്കാൻ പാടില്ല, അതേപോലെ തന്നെ ചാരി ഇരിക്കാൻ പാടില്ല, ലേസി ആയിട്ട് ഇരിക്കാൻ പാടില്ല. നമ്മളെന്താണ് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ നമ്മുടെ നല്ലൊരു പോസ്ചറിലൂടെ തന്നെ നമ്മൾ ഇരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെ അതേപോലെ തന്നെ എന്താണ്, നമ്മളിപ്പം ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയുമ്പോഴത്തേക്ക് പെട്ടെന്ന് അങ്ങ് പറഞ്ഞു തീർക്കരുത്. അതായത് ഇത് പെട്ടെന്ന് പറഞ്ഞു തീർക്കണമല്ലോ എന്നുള്ള രീതിയിൽ നമ്മൾ ഫാസ്റ്റ് ആയിട്ട് പറയരുത്. നമ്മൾ നിർത്തി വേണ്ട സമയങ്ങളിലെല്ലാം ഒരു പോസ് കൊടുത്ത് ആ ഒരു രീതി വേണം അത് സംസാരിക്കാൻ വേണ്ടി. നിർത്തൽ കൊടുക്കണം. ഓരോ സെന്റൻസ് പറയുമ്പോഴും നമ്മളൊരു നിർത്തൽ, ഒരു സ്വാഭാവികമായിട്ടുള്ള സംസാര രീതിയിൽ വേണം അത് സംസാരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ബോഡി ലാംഗ്വേജ് നോക്കിക്കോണം. പിന്നെന്താണ്, ചിലരിങ്ങനെ ആടും, ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് ഇങ്ങനെ ആടും. അപ്പോൾ അങ്ങനത്തെ അതൊന്നും ശരിയല്ല. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് വേണം പറയാൻ വേണ്ടിയിട്ട്. നമ്മൾ സെൽഫ് ഇൻട്രൊഡക്ഷൻ നടത്തുമ്പോഴത്തേക്ക് നെഗറ്റീവ് പറയാതിരിക്കുക. ഇപ്പോൾ വീക്ക്നെസ് പറഞ്ഞെന്നുണ്ടെങ്കിലും അതിനെ ഒരു പോസിറ്റീവായിട്ടുള്ള രീതിയിലുള്ള വീക്ക്നെസ്സുകൾ വേണം പറയാൻ. പിന്നെ അതേപോലെ തന്നെ നമുക്കിപ്പോൾ എക്സ്പീരിയൻസ് ഇല്ലെന്നുണ്ടെങ്കിൽ ഐ ഹാവ് നോ എക്സ്പീരിയൻസ് ഇങ്ങനെ പറയരുത്. ഇതെല്ലാം അവർക്കൊരു നെഗറ്റീവ് ഇംപ്രഷൻ ആദ്യമേ നമ്മൾ പറഞ്ഞു കൊടുക്കുവാണ്. ഒരു നെഗറ്റീവ് ഇംപ്രഷൻ നമ്മൾ തീർത്ത് കൊടുക്കുവാണ്. അങ്ങനെ ഒന്നും ചെയ്യരുത്. എക്സ്പീരിയൻസ് ഇല്ലാത്തത് നെഗറ്റീവ് അല്ല, പക്ഷേ നമ്മുടെ കൂടെ കോമ്പീറ്റ് ചെയ്യുന്ന ഒരു എക്സ്പീരിയൻസ് ഉള്ളപ്പോൾ നമുക്കതില്ലാത്തത് അത് അവിടുത്തെ നമ്മുടെ ഒരു പോരായ്മയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാക്സിമം യൂസ് ചെയ്യുന്നത് കുറയ്ക്കുക. ഇപ്പം ഐ ഹാവ് നോ എക്സ്പീരിയൻസ്, ഐ കാനോട്ട് സ്പീക്ക് ഇംഗ്ലീഷ് ഫ്ലുവൻ്റ്ലി, ഇങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള നെഗറ്റീവ്സ് ഒന്നും പറയാതിരിക്കുക.
അങ്ങനെ ആരും പറയത്തില്ല, എങ്കിലും ഞാനങ്ങ് പറഞ്ഞത്, അങ്ങനെ പറയാതിരിക്കുക. അവരുടെ അടുത്ത് സംസാരിക്കുമ്പോഴത്തേക്ക് ഇപ്പം 3 പേരാണ് ആ പാനലിലുള്ളതെങ്കിൽ 3 പേർക്കും നമ്മളൊരു ശ്രദ്ധ കൊടുക്കണം. പിന്നെ അതേപോലെ തന്നെ ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. താഴോട്ട് നോക്കിയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഓരോരുത്തർക്ക് നോക്കിയിട്ട് നമ്മൾ സംസാരിക്കാതിരിക്കുക. അവരുടെ മുഖത്ത് നോക്കി തന്നെ നമ്മൾ സംസാരിക്കുക. ഫേസ് ടു ഫേസ് ആയിട്ടുള്ള നമ്മുടെ ഓഫ്ലൈൻ ഇൻ്റർവ്യൂവിനെ പറ്റിയിട്ട്, അതിൻ്റെ സെൽഫ് ഇൻട്രൊഡക്ഷനെ പറ്റിയിട്ട് നിങ്ങൾക്ക് ഒരുവിധം ഒക്കെ മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ എന്തെങ്കിലും സജഷൻസ് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇത് റിലേറ്റഡ് ആയിട്ടുള്ള സംശയം ഉണ്ടെന്നുണ്ടെങ്കിലോ ഞാൻ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിക്കണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിലൂടെ പറയാവുന്നതാണ്. അപ്പോൾ അടുത്ത ഒരു വീഡിയോ വരുമ്പോഴേക്കും ഓക്കെ, ബൈ ബൈ.